ഡിയാസന ഇന്ത്യ മേടിച്ചൊന്നും കാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കത്തില്ല, അവളുള്ള സത്യം തെളിയിക്കും. വീണ്ടും നീ നാറും. ഇതിനാ ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ച് നിൽക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ ഇക്ക, എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇക്ക, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ ഇക്ക. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. നമസ്കാരം. സജനയുടെ പുതിയ ഇൻ്റർവ്യൂക്ക് ശേഷം ഫിറോസിൻ്റെ പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഫിറോസ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ടു നോക്കാം. ഇതിൽ ഒരുപാട് തെളിവുകൾ ഫിറോസ് വെക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടത് ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഈ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചതായിരുന്നു. വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാലുപിടിക്കുന്നുണ്ട്. ആ ഓഡിയോ എടുത്ത് ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ച് നിൽക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അതേണക്ക് നിൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച് ആ ദിയാസന പുറത്ത് വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്ത് വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ
ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷേ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറേ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് സജന ഇവള് പറയുന്നുണ്ട്, എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിൻ്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്, അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് വിശേഷം? അപ്പം ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ്,
സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ്, അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണമുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തില്ലെങ്കിൽ സച്ചിന് ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോകേണ്ട സമയം കഴിഞ്ഞു. വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരിട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. അയ്യോ, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ റസിൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസിൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പൂല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം. എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടു എന്ന് ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാലാണ് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നത് അവള് വൃത്തിയിട്ടവളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാൻ കയറ്റിവിട്ട എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പൊ അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ആ ചെക്കൻ്റെ ഇപ്പൊ ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവന്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവള് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിന്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ്, അത് തന്നെ, ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പൊ അവനെ വിളിക്കും. സജിന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ സജിന? അവളുടെ കൂടെയാണ് ഫിറോസ് വീഡിയോ ഇട്ടേക്കണം. ഇവരൊക്കെ മൂപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവള് ഇവിടെ ഇരുന്നത് നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കി തടാ, ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടേടാ, ഫിറോസിനെ എനിക്ക് പറയണോടാ. കാരണം ഇവള് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ്ക്ക് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ശരി മോളെ എന്നും പറഞ്ഞിട്ടാ വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഒരു ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കണം, ഇയാള് എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചിട്ട് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇയാള് എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനുണ്ട്, വേറൊരു കുട്ടിയുണ്ട്.
അപ്പം അവൾ നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും എന്താ പറയുക ഇങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരല്ല. ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളും അല്ല അത്. അപ്പം ഞങ്ങൾ എന്തെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ എന്ന് കേട്ട പിളക്കം, എനിക്കിപ്പോൾ പോകണം, ഞാനും വന്നടി എന്നെയും കൊണ്ട് എനിക്ക് റസൂൽഖാനെ കാണുന്നു. ഇവള് ബഹളം വെച്ചിട്ട് അപ്പം അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂലട്ടെ, എന്നെ ഒഴിവാക്ക്. സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് വരണേന് നമുക്കെന്താ, അവൾ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജനന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവർ രണ്ടുപേരും റൂമിലാണ്. ഇവർ ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എപ്പോൾ നോക്കിയാലും എൻ്റെ ഇക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറയും. ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നുമല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവൾ വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സജന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിൻ്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവളുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുനടന്ന് വെച്ചത്. ഇവളെ ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ഈ 2 മക്കളെയുമായിട്ട് അവൾ ഷാലുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോണ്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ ചിന്ത പറ്റി, എടാ ഷാലുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എൻ്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെ മാറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നു, 2-3 ദിവസം നിന്നു പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നന്ദിയില്ലാത്ത വർത്താനം. എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേ ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു. കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരത്തി പറയില്ല. കൂടെ നിന്ന് ചതിക്കാൻ, നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയടി, അത് എൻ്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എല്ലാം തമ്മി തല്ലിപ്പിക്കാൻ നോക്കുക. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ലൈഫിനൊക്കെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറഞ്ഞിട്ടെ, ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം ചെയ്ത് വെച്ച് പവിത്രയായ സജന വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആ ആണിൻ്റെ കൂടെയാണ്, അവൾ ഈ ആണിൻ്റെ കൂടെയാണ്, അവൾ ആ മറ്റാണിൻ്റെ കൂടെ. എന്തിനങ്ങനെ പറയണ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അയാളിൽ ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ഇട്ട് കരണ്ട്. ഞാനതെല്ലാം ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും. എന്നിട്ട് അവൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മളവിടെ ആലോചിക്കും, ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, അവളിരുന്ന് മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്ത് നിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും ഇവര്. പിന്നെ കൂടുതൽ ഉപദേശി റസൂൽ പൂക്കുട്ടി തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയാണ് എടുക്കാൻ പറ്റാണ്ട് എൻ്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല.
അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏതോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തൈൻ എടുക്കണോടെ കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവളെ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവള് കടം വാങ്ങിക്കുന്നത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. MDMA എന്നൊക്കെ പറയുന്ന ചെറിയ അലിഗേഷൻ അല്ല. ദിയാസന MDMA അടിച്ചെന്നും കാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കത്തില്ല, അവളുള്ള സത്യം തെളിയിക്കും വീണ്ടും നീ നാളെ. പിന്നെ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇടുന്നെന്നും പറഞ്ഞ് നീ പറയുന്നത്, നമ്മൾ കൊടുക്കാത്തൊരു കാര്യം ഒരിക്കലും യൂട്യൂബേഴ്സ് ഇടത്തില്ല. അവർ പബ്ലിക്കലി പറയുന്ന കാര്യം തന്നെയാണ് ഇടുന്നത്. 99% ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത്. 1% ഉള്ളൂ, അത് ജനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു യൂട്യൂബറുണ്ട് അങ്ങനെ, റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് അയാൾ ഒരിക്കൽ പോലും കുറ്റം പറയാതെ ബാക്കിയുള്ളവരുടെ ചേർത്ത് കുറ്റം ചാരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് സജിനയോട് കൂടി പറയാനുള്ളതാണ്. കാരണം ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, നിങ്ങൾക്ക് കേസ് തരണമെന്നില്ല. പക്ഷേ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. ഇനിയിപ്പം എന്നെ കള്ളക്കേസ് നിങ്ങൾ കുടിക്കാലും എനിക്ക് കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിനെ വെച്ച് കളിക്കരുത്, അത് വളരെ തെറ്റാണ്. കാരണം ഇനി അവൻ എൻ്റെ കൂടെ വന്നാൽ നല്ല ഫ്യൂച്ചർ അവനുണ്ടാകും. പ്ലീസ്, അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, കുഞ്ഞിനെ വെച്ച് കളിക്കരുത്. നീ റസൂൽ പൂക്കുട്ടിയുടെ ആരോട് വേണമെങ്കിൽ ജീവിച്ചോ. ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയറാണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി എടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ച് തന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയറാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇന്നലെ തന്നെ വീഡിയോ ഇട്ടതിന്റെ പുറകിൽ തന്നെ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ഉപയോഗിച്ചു കൊണ്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടും ഒക്കെയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കുറേയധികം കാര്യങ്ങൾ ഇനി പറയും. അതെല്ലാം ഉൾക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. ഈ തംബ്നെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്റെ ഈ ഫാമിലി എന്റെയും കുടുംബത്തിനൊക്കെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പേര് ഉപയോഗിച്ച് അവർ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു പോസ്റ്റർ പോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഏതോ ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജന നൂറിന് ദിയാസന MDMA കൊടുത്തു, വോയിസ് ക്ലിപ്പ് പുറത്തെന്നൊക്കെ. വോയിസ് ക്ലിപ്പ് വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം
ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ എന്തായാലും നമ്മളെയൊക്കെ എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എല്ലാം കൊണ്ട് ഞാൻ നശിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നാ നിങ്ങളും നശിച്ചോ എന്ന മട്ടില് എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ എന്നെയും അവളുടെ ചുറ്റുപറ്റും നിന്നിരുന്ന സുഹൃത്തുക്കളെയും വെച്ച് അവള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തായാലും ഞങ്ങളുടെ പേര് വന്നല്ലോ, ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. വലിയ ഒരു ചാനൽ കിട്ടട്ടെ, നല്ല മില്യൺ ഓഫ് വ്യൂസ് കിട്ടട്ടെ, അങ്ങനെയുള്ള ചാനലിനെ തപ്പിയിട്ട് വേണം എന്തായാലും കൊടുക്കാൻ, അപ്പോഴല്ലേ അത് റീച്ച് ആകത്തുള്ളൂ. അപ്പം അത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ഇന്റർവ്യൂ കൊടുക്കും. അപ്പം എന്റെ കുറച്ച് തിരക്കുകൾ നിൽക്കുന്നത് കൊണ്ടിട്ടും കൂടിയാണ്. അപ്പം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ കൂടെ നിൽക്കുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി നേരത്തെ കൂട്ടി അറിഞ്ഞു നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ വിശദമായിട്ട് പറയാം. യാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും വർക്കിൻ്റെ കൂടെ ആവശ്യത്തിനാണ്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അപ്പോൾ നമ്മളിവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞിട്ട് ഇവരെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കറങ്ങാൻ പോകാമെന്നെല്ലാം പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് വന്നു. ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാണെന്ന് പറഞ്ഞ് നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിരുന്ന് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. അന്നേരം അവർ അതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിപ്പോന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിലിറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാ സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണൊക്കെ ഒരു ബിയർ കുടിക്കുന്നതാണൊക്കെ അല്ല ഇത് ഭയങ്കര സാധനം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ചെവി വെച്ചുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെയും പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് നാൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല, കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. ശേഷം പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിന് ശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക, ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ ഉള്ളല്ലോ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടും ഞാൻ അങ്ങ് പറഞ്ഞു ദിയ അടുത്ത് റേസായി. ഞാൻ പറഞ്ഞു ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചിട്ട് എനിക്ക് വേറെ എന്തോ ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാ ദിയ എന്ന് പറഞ്ഞു. ഇവളെന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാകുന്നത്, നീ എന്ത് നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ, അതായത് എന്നെ എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള അഴിമതിയെല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. അതിനെ പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം. അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം, കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. സജിനയെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫിറോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതും സജിന തന്നെയാണ്.
കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരു അവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. ഇന്നലെ വരെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് സജിനയായിരുന്നു. എന്നാൽ ഇന്ന് അത് ആകെ മാറി. ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്കും തെളിവുകളാണ് ഫിറോസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ച കള്ളം അടിക്കടി മാറ്റി പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതൽ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു, എന്നിട്ട് ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്ക് നിനക്ക് നാണമില്ല ഇങ്ങനെ എൻ്റെ കൂടെ പറയാൻ. എനിക്ക് അങ്ങനെ എന്ത് പറയാനാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം, റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴിക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. സജിനയുടെ ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഞാനും കരുതിയിരുന്നത് ഇതെല്ലാം ഒരു ഗോസിപ്പായിരിക്കും, വെറുതെ മറ്റുള്ള ഓൺലൈൻ മീഡിയാസ് അവരെ കരിവാരി തേക്കുവാൻ വേണ്ടി ഓരോന്ന് പടച്ചുവിടുന്നതാണെന്നാണ് ഞാനും കരുതിയിരുന്നത്. എന്നാൽ ഇന്നലെ ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞത്. 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ. റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ല ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്. ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലത് മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഞാൻ ആലോചിക്കുന്നത് ഈ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരിയുടെ ഉമ്മ തൊട്ടടുത്തുണ്ട്. ഈ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് വലിയ അഭിമാനത്തോടെ സംസാരിക്കുന്ന പോലെയുണ്ട്. എത്ര മോശമായ കാര്യമാണ് ഈ സംസാരിക്കുന്നത്. അന്യ പുരുഷന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ വേണ്ടി പോയ കഥയാണ് സ്വന്തം ഉമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം.
എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്. ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എന്നെ അറിയാം, ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഈ വോയിസ് റെക്കോർഡെല്ലാം ഒന്ന് കേട്ടു നോക്കിക്കേ. എങ്ങനെയാണ് സ്വന്തം ഭർത്താവായ ഫിറോസിന് ഇതെല്ലാം സഹിക്കാൻ കഴിയുക? ആ മനുഷ്യനെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഇവർ രണ്ടുപേർക്കും തുല്യമായ പങ്കുണ്ട്. ഇതെല്ലാം കേട്ടിട്ടുള്ള പുള്ളിക്കാരന്റെ മാനസികാവസ്ഥ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ട് ഒരുത്തനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ വിടുമ്പോട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ? ഫിറോസിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? നാളെ ഇനി ഇതെല്ലാം AI ആണെന്ന് പറഞ്ഞ് വരാതിരുന്നാൽ മതി. ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെനിക്ക് കണ്ടു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്. അന്ന് ഫ്രണ്ട് നിരയിൽ സജിന ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനയെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല, ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കണം. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയി. ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ട് 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ടും പണി തന്നിട്ട് ചെയ്യാൻ പറ്റ ആണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ ഈ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. ഇത് ഈ ഓഡിയോ ഒന്ന് കേൾക്ക്. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജിന ഡുമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിനെതിരെ നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കുക എന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കം പറഞ്ഞു, ഒന്ന് പോയി കഴിഞ്ഞ് സജന നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണ് പറ. ഉമ്മിക്ക് എന്ത് തോന്നുന്നു, ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയായ ഞാൻ പറയത്തില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. റസൂൽക്കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാക്കില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തന്നെ. പ്രിക്കോഷൻ എടുത്തന്നെ എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടാക്കുക. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അപ്പോഴേ മാറി നിൽക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നല്ല. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മനെ ചേർന്ന് ചെറുതായ കാര്യമാണ്. എന്റെ എല്ലാ കാര്യം ഇടയിൽ ചെറുതായ തന്നെയാണ്. എന്നിട്ട് അവൾക്ക് കാലം മാറി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക്
ഹലോ. ഹലോ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി. ലോകത്ത് ഒരു ഭർത്താവിനും ഈയൊരു അവസ്ഥ വരരുത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഫിറോസിൻ്റെ മുഖമൊന്ന് നോക്കിക്കേ. പുള്ളിക്കാരന് സജനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ സജന ഇതുപോലൊരു തേപ്പ് നൽകുമെന്ന് പുള്ളിക്കാരൻ പോലും കരുതി കാണില്ല. സജനയുടെ മുമ്പെയുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഫിറോസാണ് കോഴി, ഫിറോസാണ് ഇതിനെല്ലാം കാരണക്കാരൻ, സജന ഫിറോസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെയായിരുന്നു പല ആളുകളും പറഞ്ഞിരുന്നത്. എന്നാൽ സത്യം അതൊന്നുമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് നോക്കിക്കേ. ഭാര്യയുടെ അവിഹിതവും അതിലെ ഗർഭവുമെല്ലാം കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത്, ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് ഷാദിത്ത ഉള്ള സമയത്തെന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഈ ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്നെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞൊരുണ്ടായത്. അല്ല, പറയുന്നുണ്ടല്ലോ, ആണല്ലോ പറഞ്ഞത്. അച്ഛൻ അതിൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ കള്ളത്തനം പറയുന്നുണ്ടെന്ന്. ഇനി റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്ക് അറിയാം, അച്ഛനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർ സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ലൊരു നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ എടുത്തും ഈ പറഞ്ഞ എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ ചത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അന്നമ്മയും അന്ന് തൊട്ട് എൻ്റെ ഉമ്മയെടുത്താലും എൻ്റെ അടുത്ത് പറയുന്നത്, റസൂലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വേറെ, നിന്റെ അടുത്ത് പറയുന്നത് വേറെ, ഞങ്ങളുടെ അടുത്ത് മോളെ നീ വിശ്വസിക്കല്ലേ, ഞങ്ങൾ റസൂലിക്കാനെ അളന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്നമ്മ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമതും പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തെളിയിച്ചത് ചുമ്മാതെയാണെന്നുള്ളത്. അവൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പം ഞാൻ അവിടെ ആരായി? ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി അതൊന്നും ഇക്കാടന്റെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നതും ഇതെല്ലാം നിങ്ങളെ ഓവർ കുബുദ്ധി, നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഞാൻ തന്നെയാണ് എല്ലാവർക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നും ഞാനത് ഉപയോഗിച്ചു എന്നും ഞാൻ എന്റെ കൂട്ടുകാരോട് ഞാൻ തെറ്റാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് വേണം. എനിക്കിപ്പോൾ അവരില്ലെങ്കിൽ ലൈഫിൽ എന്നെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളകത്തി ഞങ്ങൾ ഇത്രയും ശത്രുക്കളാക്കിയത് റസൂലിക്കാണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അയാളെ കുബുദ്ധി പറഞ്ഞോ കുബുദ്ധി പറഞ്ഞോ.
പറഞ്ഞോ. അല്ല എനിക്കൊന്നും പറയാനില്ല. നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇല്ല എനിക്കിപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാനുള്ളത് തന്നെയാണ് റസൂൽക്ക. കാരണം ഇനി ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിയായിക്കൊണ്ടിരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, ഞാൻ മൊത്തത്തിൽ ചീത്തയായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളെ വാക്കാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളെ വാക്കാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്റെ അടുത്ത് മറ്റേ മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല റസൂൽക്ക. കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമുള്ള ഇതൊക്കെ ഞാൻ എന്നിട്ടും ഞാൻ നിങ്ങളല്ല, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല, നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു. അത് മൂപ്പൻ ഇട്ടോളൂ. അത് നിങ്ങൾ ഇട്ടിട്ടില്ല എങ്കിൽ അതൊക്കെ, നിങ്ങൾ ഇട്ടിട്ടില്ല എങ്കിൽ ഇട്ടേക്ക്. അത് എനിക്ക് വിഷയമല്ലല്ലോ. കാരണം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കാലം തെളിയിക്കും, അത് വെളിയിൽ വരും. ഇപ്പം കാലം ഓരോന്ന് തെളിയിപ്പിച്ചോണ്ടിരിക്കില്ലേ. നിങ്ങളെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത്. എന്തിനാണുള്ള പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സിനെ എന്നെ ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലും, ഞാൻ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആവണം അല്ലേ? അതാണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല. ഞാൻ അതായത് റസൂൽ പൂക്കുട്ടിയുടെ ലീഗലിയുള്ള വൈഫ് അതാണ് ഷാദി. ആ ഷാദിയത്തടുത്ത് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിൻ്റെ കാര്യം പറയണമെന്ന്. അവർക്ക് ഒന്നാമതേ ക്യാൻസറായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അതൊക്കെ പറഞ്ഞാൽ അവർ എന്താണല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരേ സമയം രണ്ട് കുടുംബം തകരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ഈ കോലത്തിൽ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങളത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒന്നും പറയാനില്ല. നീ സ്വയം ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്ത് അല്ലെങ്കിൽ ഞാൻ അച്ഛനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ഛനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ അവര് മനസ്സിലാക്കണമല്ലോ. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആയെന്നോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാ. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പോ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ് ആകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എൻ്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. സജിന ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്കടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിനെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയും നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം?
ഇപ്പൊ കുറച്ച് മിനിറ്റ് ഉമ്മർത്ത് പറഞ്ഞല്ലോ നിങ്ങള് അത് സജന നിർബന്ധിച്ച് ഉമ്മ ഞാൻ സജനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞു മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരു ആണുമായിട്ട് ഇല്ലതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. ആണ് എല്ലാവരും നിന്ന് സംസാരിച്ചു, അത് അവിടെ നിന്ന് സംസാരിച്ചു, നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം. ഫിറോസ് പറഞ്ഞല്ലോ, ഞാനിപ്പോ എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നു, അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പില് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ എനിക്ക് അല്ലല്ല നിങ്ങൾക്ക് വേണ്ട, ഞാൻ എഴുതാൻ വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എന്നമ്മയ്ക്ക് അറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിൻ്റെ സാധനം എടുത്ത് എൻ്റെയിലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാൻ? സത്യം, ഫിറോസ് ചോദ്യം തന്നെയായിരുന്നു എനിക്കും ചോദിക്കാനുണ്ടായിരുന്നത്. സ്വന്തം ഉമ്മയെ അടുത്തിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? സജനയ്ക്ക് അപാര തൊലിക്കട്ടി തന്നെ. പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. പോർട്രേ ചെയ്തു എന്ന് വെച്ച് മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ ആണോ ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായിപ്പ് ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായിപ്പ് ഡയലോഗ് അടിച്ചു നിൽക്കുക. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂൽക്ക? എന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയി വാക്കുകൾ അവൾ ശരി അവൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാതെ എന്താ എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ അല്പൊരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയോടുള്ള കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടെ. പക്ഷെ അച്ചായന്റെ അടുത്തും ബിയെ അടുത്ത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ബിയെയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്.
നീ ലിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ലിയോ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറയുന്നതേക്കും അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ആണ് ശരിക്കും ഞാൻ പറഞ്ഞില്ല, 2 വിഷയങ്ങൾ ആണ് സജന അത്രയും വലിയ മാനിപ്പുലേറ്റഡ് സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. ഒന്ന്, ആ പുള്ളിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത്, പുള്ളിയെ സേഫായിട്ട് നിർത്തുക എന്നുള്ളത്. 2 എന്ന് പറഞ്ഞത് ഈ ഓഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഈ ഓഡിയോ ഞാൻ സജനയുടെ ഉമ്മയുടെ മൊബൈലിലേക്ക് തന്നെ അയച്ചു. കാരണം ഞാൻ ഷോക്കായി പോയ കാര്യം, അവർ ഉമ്മായും കൂടി ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉമ്മായി കൂടെ കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരെ കുറ്റപ്പെടേണ്ട കാര്യമല്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. ഞാൻ ഇനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനിയൊരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥ ഇല്ല. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ. അല്ലല്ല, അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാനല്ലേ ഇത് അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന്. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജന അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ കേസിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത കേസിൽ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നൊരു പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് മെയിൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ടോക്സിക്കിന്റെ ഹൈ സ്റ്റേജിലാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ചു. എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ് വേണ്ട. ഈ വിഷയം അറിഞ്ഞിട്ട്, ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സജനയെ വിളിച്ചു. അതായത് ഒരിക്കലും ഇവിടെ ഇത്രയും ക്രിമിനലാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമോ ഒരു മനുഷ്യന് സമൂഹത്തോട്? അത് എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടിൻ്റെ കാര്യമായിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, പോക്സോ ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നുണവന്ന് എന്തൊരു തന്മയത്തോടെ, ഇത്രയും നല്ല അഭിനേത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ. അങ്ങനെ അവൾ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റായിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെയും ബാധിക്കില്ല. കുഞ്ഞിൻ്റെ തന്ത ഇങ്ങനെയുള്ളവനാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജനയെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസം എന്ന് പറയുന്നത്, നമ്മൾ അപ്സെറ്റായിട്ടാണ് വിളിക്കുന്നത്, മൈൻഡ് ഔട്ടായി നിന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ ഓരോ പുതിയ കഥ ഈ മറ്റേ പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു, അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല, നമ്മളതങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അപ്സെറ്റായി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം ഓരോരോ കഥ നമ്മളെന്ന് അത് റെക്കോർഡ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾ ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് അയാൾ തകർന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ തർക്കമാണ്. ഞാനന്നേരം പറയുന്നുണ്ട്, സജന ഈ വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ എവിടെയും തെറ്റ് പറഞ്ഞിട്ടില്ല, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാനും വേണമെങ്കിൽ നീ റസൂൽ പൂക്കുട്ട മുഖം രക്ഷിക്കാനല്ലേ, ഞാനും വേണമെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, റസൂലിനെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, എങ്കിലും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അത് മനസ്സിലാക്കണം. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ തല്ലിയിട്ടില്ല. അപ്പം പലരും പറയും നീ ആ തല്ല് കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടേനെ. ഒരിക്കലും ഇല്ല. അത് പറയുന്നവർക്ക് പറയാം, അവളിനി എത്ര തല്ലിയാലൊന്നും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ തല്ലുന്നതല്ല എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. എന്നിട്ടാണ് അവൾ പറയുന്നത് അവൾ മേക്കപ്പ് ഇടുന്നത് ഞാൻ തല്ലിയെന്ന് മറയ്ക്കാനാണെന്ന്. അത് കേൾക്കുന്ന മനുഷ്യർക്ക്, ഈ ചോറുണ്ണുന്നവർക്കത് മനസ്സിലാവും, മേക്കപ്പ് ഇടുന്നതും അതിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒന്ന് ആലോചിക്കണം, എന്ത് വിചിത്രമായ കഥകളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇതാണ് ഈ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തായാലും നടക്കും. ഇത് ഇവിടെ കൊണ്ട് എന്തായാലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കേട്ടു നിന്നിട്ട് എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയില്ല.
തെളിവുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സപ്പോർട്ട് മുഴുവൻ ഫിറോസിന് നൽകുന്നു. ഇന്നലെ വരെ ഞാൻ സജനയെയായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ കരച്ചിലും അവൾ പറഞ്ഞ ഓരോ വാക്കുകളും തെളിവുകളില്ലാതെ പോലും വിശ്വസിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഫിറോസ് നിരത്തിവിട്ടിരിക്കുന്ന ഓരോ തെളിവുകൾ കൊണ്ട് സജന പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഫിറോസിനെയാണ് കോഴിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് കോഴിയെന്ന് ഇപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ ഫിറോസിന്റെ ഗെറ്റപ്പും സംസാരവുമെല്ലാം കേട്ടിട്ട് അവൻ ലഹരിക്ക് അടിമപ്പെട്ടവൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്നാൽ ഈ മനുഷ്യൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്കും മാനസികമായി തകർന്നുകൊണ്ടുള്ള യാത്രയിലായിരുന്നു ഫിറോസ് ഉണ്ടായിരുന്നത്. എത്ര തവണയാണ് മാപ്പ് കൊടുത്ത് സജനയെ വീണ്ടും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചത്. എന്നാൽ സജനയ്ക്ക് അതിനൊന്നും ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിരുന്നത് സജന 3 കോടി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതെല്ലാം ഓരോ യൂട്യൂബേഴ്സ് പടച്ചുവിട്ട കള്ളക്കഥകളാണെന്നാണ്. എന്നാൽ ഇന്നിതാ സജനയുടെ വായിൽ നിന്ന് തന്നെ വരുന്ന വാക്കുകൾ നമ്മൾ കേട്ടില്ലേ. റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് 3 കോടി കിട്ടിയാൽ മാത്രം മതി. എന്താണല്ലേ അവസ്ഥ. ഇതുപോലെയുള്ള സ്ത്രീകളാണ് മറ്റു സ്ത്രീകൾക്കും അപമാനമായി മാറുന്നത്. ഇതുപോലെയുള്ള കള്ളക്കരച്ചിൽ കാരണം പല പുരുഷന്മാരും പെട്ടുപോവാറാണ് പതിവുള്ളത്. എന്തായാലും സത്യങ്ങൾ ഒരുപാട് കാലം മറച്ചുവെക്കാൻ കഴിയില്ല. അത് എന്നെങ്കിലും മറനീക്കി പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഇവിടെ സത്യം വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ നീതി ലഭിക്കേണ്ടത് ഫിറോസിനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിറോസിന്റെ ഭാഗത്താണുള്ളത്. ഇനി എന്താണ് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.